എല്ലാവർക്കും നമസ്കാരം. ഒരാൾ ഇൻസെക്യൂർ ആണ് എന്നുള്ളതിൻ്റെ 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ദേ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ദംസെൽസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ലുക്സ്, അവരുടെ മണി, അവരുടെ സക്സസ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, എപ്പോഴും മറ്റുള്ളവരുമായിട്ട് അവനവനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരെയൊക്കെ മുകളിലാണോ അവരെയൊക്കെ താഴെയാണോ നമ്മൾ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ സക്സസ്സിൽ സന്തോഷിക്കാനായിട്ട് കഴിയില്ല. ഇവരെപ്പോഴും അൺകംഫർട്ടബിൾ ആവും. വേറൊരാൾ എന്തെങ്കിലുമൊക്കെ നേടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും ഇവർ വളരെയധികം അൺകംഫർട്ടബിൾ ആവും. പിന്നെയുള്ളതാണ് ദേ നീഡ് കോൺസ്റ്റന്റ് വാലിഡേഷൻ. എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ സ്വയം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല. അവനവൻ്റെ സ്ട്രെങ്ത്തിലുള്ള ഒരു വിശ്വാസം, കോൺഫിഡൻസ്, ഇതൊന്നും ഇവർക്കില്ല. മറ്റുള്ളവരുടെ അറ്റൻഷനും അപ്രൂവലും കോംപ്ലിമെൻറ്റ്സും ഒക്കെ കിട്ടാതാകുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് സ്വയം ഡ്രോപ്പ് ആവും. ആരെങ്കിലുമൊക്കെ പുകഴ്ത്തുമ്പോഴാണ് ഇവർക്ക് അവനവനോട് തന്നെ ഒരു മതിപ്പ് തോന്നുക. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് പുട്ടിങ് അതേഴ്സ് ഡൗൺ. എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചുകൊണ്ടിരിക്കും, ആളുകളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മോശമാണ് എന്ന് കാണിക്കുമ്പോൾ അവനവൻ നല്ലതാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഇവർക്ക് കിട്ടും. ഇതിനായിട്ട് എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവർക്ക് സ്വയം നല്ലതാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുക. ഇൻസെക്യൂറായ ആളുകളുടെ പിന്നെയുള്ള ഒരു ലക്ഷണമാണ് ദേ കാണ്ട് ഹാൻഡിൽ ക്രിറ്റിസിസം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ചെറുതായി വിമർശിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരാകെ ഡിഫെൻസീവ് മോഡിലായിരിക്കും. ആരോ തന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത പോലെയാണ് ഇവർക്ക് ഫീൽ ആവുക. അവർക്ക് എന്തോ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ പറഞ്ഞത്, എന്നോടെന്തോ ദേഷ്യമുണ്ട് എന്നുള്ള രീതിയിൽ ആ പറഞ്ഞ ഫീഡ്ബാക്ക് കൊടുത്ത ആൾ ചിലപ്പോൾ ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. കൺസ്ട്രക്റ്റീവായ ഒരു ക്രിറ്റിസിസം ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവർ ഇൻസെക്യൂർ ആയതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും അതിനെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് കഴിയില്ല. ആരൊക്കെയാണ് പുകഴ്ത്തുന്നത് അങ്ങനെയുള്ള ഫീഡ്ബാക്ക് മാത്രമേ ഇവർക്ക് ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആവാനുള്ള എന്തെങ്കിലും ഫീഡ്ബാക്ക് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അവർ തങ്ങളെ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുക. എങ്ങനെയെങ്കിലുമൊക്കെ അവനവനെ ന്യായീകരിച്ച് ഡിഫെൻസീവ് മോഡിലേക്ക് പോകും ഇവർ. അതുപോലെ തന്നെ ഓൾവേസ് നീഡ് ടു പ്രൂവ്. എന്തൊരു ചർച്ച നടക്കുകയാണെങ്കിലും അവിടെ തൻ്റെ ഇൻ്റലിജൻസ് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ ശ്രമിക്കും. താനെന്തോ വളരെയധികം കഴിവുള്ള ഒരാളാണ്, ബുദ്ധിയുള്ള ഒരാളാണ്, മറ്റുള്ളവരെക്കാൾ മികച്ചതാണ് എന്നുള്ള രീതിയിൽ അത് പ്രൂവ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരത് അംഗീകരിക്കണം, ഞാനൊരു വലിയ ആളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം എന്നുള്ള രീതിയിൽ എല്ലാ കോൺവെർസേഷനിലും സ്വയം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കും. ഹൈഡിങ് ബിഹൈൻഡ് കോൺഫിഡൻസ് എന്നാണ് പറയുക. വളരെയധികം അഗ്രസീവായിട്ട്, വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മുഖം മൂടി അണിഞ്ഞിട്ടായിരിക്കും ഇവർ ജീവിക്കേണ്ടത്. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ വളരെയധികം ഇൻസെക്യൂർ ആയിരിക്കും. അവനവനെക്കുറിച്ച് യാതൊരു മതിപ്പ് ഇവർക്കുണ്ടായിരിക്കില്ല. താൻ ഏറ്റവും മോശപ്പെട്ട ആളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവർ പുറത്തേക്ക് കാണിക്കുക താനെന്തോ സുപ്പീരിയറായ ആളാണ്, താൻ വളരെ മികച്ച ഒരാളാണ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും ജഡ്ജ് ചെയ്യും, എല്ലാവരെയും ചീത്ത പറയുകയും വളരെ അഗ്രസീവായിട്ട് പെരുമാറുകയും പെട്ടെന്ന് ദേഷ്യം വരികയും അങ്ങനെയൊക്കെയുള്ള ഒരു മുഖം മൂടി അണിഞ്ഞിട്ടായിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇവരോട് തന്നെ യാതൊരു മതിപ്പും ഉണ്ടായിരിക്കില്ല. വളരെ അറഗൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തൻ്റെ ഇന്നർ ഇൻസെക്യൂരിറ്റീനെ ഒളിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കും. അതുപോലെ എന്തെങ്കിലും എനിക്ക് അറിയില്ല എന്ന് പറയാനൊക്കെ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് ഇവർക്ക് ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനായിട്ട് ഇവർ ശ്രമിക്കും. തനിക്ക് അറിയില്ല എന്ന് പറയാനൊക്കെ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. അത് തൻ്റെ ഈഗോനെ ഹർട്ട് ചെയ്യും പോലെയാണ് ഇവർക്ക് ഫീൽ ആവുക. എന്തെങ്കിലും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സെക്യൂറായ ആളുകളാണെങ്കിൽ, കോൺഫിഡൻ്റ് ആയ ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കും തനിക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇൻസെക്യൂറായ ആളുകൾക്ക് തനിക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് പറയാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. എന്തെങ്കിലും ഒരു ഉത്തരം അവർ കണ്ടെത്തും അതിന്. അതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ ഉടനെ അത് ആരുടെ തലയിലിടാം എന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഒരു തെറ്റ് അംഗീകരിക്കാനോ ഒരു എന്തെങ്കിലും തനിക്ക് അറിയില്ല എന്ന് പറയാനോ എന്തിൻ്റെങ്കിലും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര അധികം മടിയായിരിക്കും.